നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും +1 ബോട്ടണി ക്ലാസ്സിലേക്ക് സ്വാഗതം. +1-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ജീവജാലങ്ങളെ വിവിധ രീതിയിൽ വർഗീകരിക്കുന്നത് അഥവാ തരംതിരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചില ഇൻട്രൊഡക്ഷൻസ് എല്ലാം തന്നിരുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇന്ന് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായ കാൾ ലിനേയസ് ആവിഷ്കരിച്ച 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചാണ്. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം എൻറ്റയർ ലിവിങ് ഓർഗാനിസത്തെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആയി തരംതിരിച്ചിരിക്കുന്നു, അഥവാ പ്ലാൻ കിങ്ഡം ആൻഡ് അനിമൽ കിങ്ഡം. എന്നാൽ ഈ സിസ്റ്റത്തിന് ചില ഇനാഡിക്വസീസ് അഥവാ പോരായ്മകൾ നാം കണ്ടെത്തിയിരുന്നു. ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂക്കാരിയോട്സ് ആൻഡ് പ്രോക്കാരിയോട്സ്, അതായത് യൂക്കാരിയോട്ടുകളെയും പ്രോക്കാരിയോട്ടുകളെയും വേർതിരിച്ച് ഈ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. യൂക്കാരിയോട്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ന്യൂക്ലിയസ് ഉള്ള ജീവികളും പ്രോക്കാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളും. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രോക്കാരിയോട്ട് സെല്ലുണ്ട്. അവിടെ അതിൻ്റെ DNA നൂലിഴ പോലെയാണ് ഇരിക്കുന്നത്. പ്രോക്കാരിയോട്ടിന് അങ്ങനെയായിരിക്കും അതിൻ്റെ DNA ഇരിക്കുന്നത്. എന്നാൽ റൈറ്റ് സൈഡിലുള്ള യൂക്കാരിയോട്ടിനെ ശ്രദ്ധിക്കുക, അതിൻ്റെ DNA ഇരിക്കുന്നത് ഒരു പ്രോപ്പർ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. ഇതാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. നാം എല്ലാം യൂക്കാരിയോട്ടുകളാണെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അടുത്തത്, ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ യൂണിസെല്ലാർ ആൻഡ് മൾട്ടിസെല്ലാർ ഓർഗാനിസം. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും തമ്മിൽ വ്യത്യാസം 2 കിങ്ഡം സിസ്റ്റത്തിൽ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന സ്ലൈഡിൽ ധാരാളം ഏകകോശ ജീവികളെയും ബഹുകോശ ജീവികളെയും കാണാം. ഇവ തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ലിനേയസ് 2 കിങ്ഡം സിസ്റ്റത്തിൽ ഈ 2 ഗ്രൂപ്പുകളെയും തമ്മിൽ വേർതിരിക്കാഞ്ഞത് ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തതായി നോക്കേണ്ടത്, ദിസ് സിസ്റ്റം ഡിഡ് നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോട്ടോസിന്തറ്റിക് അഥവാ ഗ്രീൻ ആൽഗ പോലുള്ള ഓർഗാനിസം ആൻഡ് നോൺ ഫോട്ടോസിന്തറ്റിക് ഫംഗസ് പോലുള്ള ഓർഗാനിസം. ഇവയെ തമ്മിൽ വേർതിരിച്ച് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഗ്രീൻ ആൽഗയും ഒരു ഫംഗസും കൊടുത്തിട്ടുണ്ട്. ഇവ തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഫോട്ടോസിന്തസിസ് നടത്തുന്ന ജീവികളും ഫോട്ടോസിസ് നടത്താത്ത ജീവികളും തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ലിനേയസ് അത് കൺസിഡർ ചെയ്തിട്ടില്ല. അടുത്തതായി, എ ലാർജ് നമ്പർ ഓഫ് ഓർഗാനിസം ഡിഡ് നോട്ട് ഫോൾ ഇൻ ടു പ്ലാന്റ് ആൻഡ് അനിമൽ കാറ്റഗറി. ഇതിന് എക്സാമ്പിളായിട്ട് നമ്മൾ കാണേണ്ടതാണ് യുഗ്ലീനയെ. യുഗ്ലീനയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. യുഗ്ലീന പകൽ സമയത്ത് ഫോട്ടോസിന്തസിസ് നടത്തും, അതിന് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. എന്നാൽ രാത്രി സമയത്ത് അഥവാ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് അതൊരു അനിമലിനെ പോലെ പ്രവർത്തിക്കുന്നു. ഇത്തരം ജീവികൾക്ക് യാതൊരു സ്ഥാനവും 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിട്ടില്ല. ഇവയെല്ലാമാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ പോരായ്മകൾ. ബ്രിട്ടീഷ് സയന്റിസ്റ്റായ R.H. വിറ്റേക്കർ 1969 പ്രപ്പോസ് ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ കാണാം, മൊണീറ, പ്രോട്ടിസ്റ്റ്, ഫംഗസ്, പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, ഇങ്ങനെ 5 കിങ്ഡങ്ങളായിട്ടാണ് ഇദ്ദേഹം ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇതിൽ നിന്നൊക്കെ ധാരാളം ചേഞ്ച് വന്നിട്ടുണ്ട്. എന്നാലും ഇതൊരു നല്ലൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമായിട്ട് പൊതുവെ കണക്കാക്കപ്പെടുന്നു. ഇനി എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഈ 5 കിങ്ഡത്തെ സൃഷ്ടിച്ചത്? ഒന്ന് സെൽ സ്ട്രക്ചർ അഥവാ കോശങ്ങളുടെ ഘടന, മറ്റൊന്ന് താലസ് ഓർഗനൈസേഷൻ അഥവാ മൊത്തം ശരീരത്തിന്റെ ഘടന, പിന്നെ മോഡ് ഓഫ് ന്യൂട്രീഷൻ അഥവാ ഇവർ എങ്ങനെ ആഹാരം സമ്പാദിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ, 4 റീപ്രൊഡക്ഷൻ, ഇവ എങ്ങനെ അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തിൽ, പിന്നെ അവസാനമായി ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അഥവാ പരിണാമം സംഭവിക്കുന്ന ആ ഒരു കാര്യം കൂടെ ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു 5 കിങ്ഡം അദ്ദേഹം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ടാണ് ഇത്. ഇതിൽ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗസ്, പ്ലാന്റ്, അനിമൽ എന്നീ വിഭാഗങ്ങളുടെ ചില ക്യാരക്ടേഴ്സിന്റെ കമ്പാരിസനാണ് നമ്മൾ കാണുന്നത്. സെൽ ടൈപ്പ് എങ്ങനെയാണ്, ഇവയുടെ സെൽ വാളുകൾ എങ്ങനെയാണ്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ, അതുപോലെ ബോഡി ഓർഗനൈസേഷൻ ഇവരുടെ എങ്ങനെയാണ്, അതുപോലെ ഇവർ ആഹാര സമ്പാദനം എങ്ങനെയാണ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു താരതമ്യ പഠനമാണ് ഈ ചാർട്ടിൽ ഉള്ളത്. ഇനി ഇവയുടെ ചില എക്സാമ്പിൾസ് കൂടെ ഞാൻ താഴെ ഒരു പ്രത്യേക ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് ഈ ചാർട്ടിലെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സും വ്യക്തമായിട്ട് പഠിക്കാം.
ആദ്യത്തേത് സെൽ ടൈപ്പ് എന്ന് പറയുന്ന ഒരു കാറ്ററാണ്. മൊണീറയുടെയും പ്രോട്ടിസ്റ്റയുടെയും ഫംഗസിന്റെയും പ്ലാന്റ്സിന്റെയും സെൽ ടൈപ്പുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. മൊണീറ മാത്രമേ പ്രോകാരിയോട്ടിക് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം യൂക്കാരിയോട്ടുകളാണെന്ന് മനസ്സിലാക്കാം. അതായത് പ്രോകാരിയോട്ടുകൾക്ക് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ് മൊണീറ. ഈ യൂക്കാരിയോട്ടുകളും പ്രോകാരിയോട്ടുകളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യൂക്കാരിയോട്ട് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഓർക്കേണ്ടത് ഒരു ഹ്യൂമൻ സെൽ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സെല്ലാണ്. പ്രോകാരിയോട്ട് എന്ന് പറയുമ്പോൾ ഒരു ബാക്ടീരിയയെ കൺസിഡർ ചെയ്യുക. യൂക്കാരിയോട്ടുകൾക്ക് പൊതുവെ ബിഗ്ഗർ സെല്ലാണ്, പ്രോകാരിയോട്ടുകൾക്ക് സ്മോളർ സെല്ലാണ്. ഇനി യൂക്കാരിയോട്ടുകളുടെ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് ഒരു മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രോകാരിയോട്ടുകളായ ബാക്ടീരിയക്ക് അത്തരത്തിലുള്ള ന്യൂക്ലിയസ് ഇല്ല. അതാണല്ലോ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ബാക്ടീരിയക്ക് അൺബൗണ്ട് ന്യൂക്ലിയോയിഡ് എന്നതിനെ പറയുള്ളൂ. ഇനി യൂക്കാരിയോട്ടുകളുടെ DNA ലീനിയർ ആണ്, നീണ്ടു നിൽക്കുന്നതാണ്. അതുപോലെ അതിൽ ഹിസ്റ്റോണുകളുണ്ട്. എന്നാൽ പ്രോകാരിയോട്ടുകളിൽ എപ്പോഴും സർക്കുലർ DNA കാണാനായിട്ട് സാധിക്കും. അതുപോലെ യൂക്കാരിയോട്ടുകളുടെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട് അവരുടെ ശരീരത്തിൽ. അതായത് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ് തുടങ്ങിയ ഓർഗനൽസ് എല്ലാം നോക്കിയാൽ അതിനെല്ലാം ഒരു മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രോകാരിയോട്ടുകൾ അത്തരത്തിലുള്ള ഒരു പൊതിയലൊന്നും കാണാൻ നമുക്ക് സാധിക്കില്ല. ഇനി യൂക്കാരിയോട്ടുകളുടെ സൊല്യൂഷൻ മൈറ്റോസിസ് ആണെങ്കിൽ പ്രോകാരിയോട്ടുകളുടെ പൊതുവെ എന്തായിരിക്കും, ഒരു ബൈനറി ഫിഷൻ അഥവാ രണ്ടായി മുറിയുന്ന കാറ്റർ നമുക്ക് കാണാൻ രണ്ടായി മുറിയുക എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് രണ്ടായിട്ട് മുറിഞ്ഞ് രണ്ട് സെല്ലുകളായി മാറുന്നതാണ് ബൈനറി ഫിഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ സെൽ വോൾ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ പ്രോകാരിയോട്ടിന്റെ സെൽ വോൾ വളരെ കോംപ്ലക്സ് ആയിരിക്കും. ഇനി ബിഗ് റൈബോസോംസ്, ഹെവി ആയ റൈബോസോംസ് ആണ് യൂക്കാരിയോട്ടിന്റെ സെല്ലിലുള്ളത്. പ്രോകാരിയോട്ടിന്റെ സെല്ലിൽ സ്മോൾ റൈബോസോംസ് ആണുള്ളത്. നമുക്ക് ഇവ തമ്മിൽ വിശദമായ പഠനങ്ങളെല്ലാം ഇനി വരുന്നുണ്ട് പുറകെ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പറയുന്നത്. ഇത് നിങ്ങൾ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. ഇത്രയും വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഇവ തമ്മിൽ ചില സാമ്യങ്ങളുണ്ട് എല്ലാ യൂക്കാരിയോട്ട് സെല്ലുകൾ തമ്മിലും. അതിലൊന്ന് ഫ്ലാജെല്ല ഉണ്ട് ഇവർക്ക്. പിന്നെ രണ്ടു കൂട്ടർക്കും ഫ്ലാജെല്ല കാണാം, രണ്ടു കൂട്ടർക്കും പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, രണ്ടു കൂട്ടരുടെയും സെല്ലുകൾ ഡിവൈഡ് ചെയ്യും. അതാണ് സെൽ ഡിവിഷൻ എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടു കൂട്ടർക്കും സൈറ്റോപ്ലാസം ഉണ്ട്, രണ്ടു കൂട്ടർക്കും റൈബോസോംസ് ഉണ്ട്, ക്രോമോസോംസും ഉണ്ട്. ചാർട്ടിൽ അടുത്തതായി കാണുന്ന ക്യാരക്ടറാണ് സെൽ വോൾ. മൊണീറയുടെ സെൽ വോൾ നോക്കുക. അവിടെ നോൺ സെല്ലുലാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം സാധാരണ നമ്മൾ കാണുന്ന പ്ലാന്റ്സിന്റെ സെൽ വോൾ പോലെ സെല്ലുലോസ് കൊണ്ടല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പകരം പോളിസാക്കറൈഡ്സും അമിനോ-ആസിഡ്സും ചേർന്ന എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായി ബാക്ടീരിയയുടെ സെൽ വോൾ നോക്കിയാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന ഒരു കോമ്പൗണ്ട് കൊണ്ടാണ്. രസകരമായ കാര്യം, ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ ലൈസോസൈം എന്ന എൻസൈമിന്റെ സാന്നിധ്യത്തിൽ അത് ഡിസോൾവ് ചെയ്ത് നശിച്ചു പോകുന്നു. അതായത് ബാക്ടീരിയ ലൈസോസൈമിന്റെ സാന്നിധ്യത്തിൽ അത് നശിച്ചു പോകുന്നു. നമ്മുടെ കണ്ണുനീരിൽ ധാരാളം ലൈസോസൈം ഉണ്ട്. അതെന്തിനാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കണ്ണിനെ ബാക്ടീരിയയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ലൈസോസൈം നമ്മളെ സഹായിക്കുന്നു. അടുത്തതായി വരുന്ന മെമ്പറാണ് പ്രോട്ടിസ്റ്റകൾ. അവയുടെ ബോക്സിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രസന്റ് ഇൻ സം, അതായത് പ്രോട്ടിസ്റ്റകളിൽ ചില മെമ്പേഴ്സ്, അതായത് സ്ലൈം മോൾസ് പോലെയുള്ള ചില മെമ്പേഴ്സിന്റെ ചില ഘട്ടങ്ങളിൽ, ജീവിതഘട്ടങ്ങളിൽ മാത്രമാണ് സെൽ വോള് കണ്ടുവരുന്നത്. അടുത്തതായി വരുന്ന മെമ്പറാണ് ഫംഗസ്. ഫംഗസ് നോക്കിയ പ്രസന്റ് വിത്തൗട്ട് സെല്ലുലോസ്, കാരണം സെല്ലുലോസ് ഇല്ലാത്ത ഒരു സെൽ വോൾ ആണ് അവർക്കുള്ളത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൊണ്ടാണ്. നിങ്ങൾ ആ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ കാണാം, അവിടെ യെല്ലോ കളറിലുള്ള ഒരു പാച്ചായിട്ട് കൈറ്റിൻ ഇരിപ്പുണ്ട്. ഈ കൈറ്റിൻ സാധാരണ ആനിമൽസിൽ പാറ്റകളിലും ഇൻസെക്റ്റുകളുടെയൊക്കെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്, ചെമ്മീൻ്റെ ബോഡി ഷെല്ലുണ്ടാക്കിയിരിക്കുന്നതും എല്ലാം കൈറ്റിൻ കൊണ്ടാണ്. ഇത് തന്നെ സെയിം കൈറ്റിനാണ് ഫംഗസിന്റെ ശരീരം ഉണ്ടാക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് വിചിത്രമായ ഒരു കാര്യമാണ്. അടുത്തതായി വരുന്ന മെമ്പറാണ് കിങ്ഡം പ്ലാന്റ്. അവിടെ എഴുതിയിരിക്കുന്നു പ്രസന്റ് ബ്രാക്കറ്റിൽ സെല്ലുലോസ്. അതായത് കിങ്ഡം പ്ലാന്റയിലെ എല്ലാ മെമ്പേഴ്സിനും സെൽ വോൾ ഉണ്ട്. അത് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏത് പ്ലാന്റിന്റെയും പാർട്സ് സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാകണമെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ അതിൽ ധാരാളം മൈക്രോ ഫൈബ്രിൽസ് കാണാൻ സാധിക്കും. ഈ മൈക്രോ ഫൈബ്രിൽസ്, ഓരോ മൈക്രോ ഫൈബ്രിലും നിരവധി സെല്ലുലോസ് മോളിക്യൂളുകൾ ചെയിൻ രൂപത്തിൽ അറേഞ്ച് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായി വരുന്ന കിങ്ഡമാണ് കിങ്ഡം അനിമാലിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനിമൽ സെൽസിന് സെൽ വോളുകൾ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ടാണ് അനിമാലിയയുടെ താഴെ ആബ്സെന്റ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്.
അടുത്തതായി നമ്മൾ കമ്പയർ ചെയ്യുന്ന ക്യാരക്ടറാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അവിടെ മോണിറയിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. എന്നാൽ പ്രോട്ടിസ്റ്റയിലും ഫംഗസിലും പ്ലാന്റ്സിലും അനിമൽസിലും എല്ലാം ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞൊരു ന്യൂക്ലിയസ് ഉള്ളത് നിങ്ങൾക്ക് കാണാം. ആ യൂക്കാരിയോട്ട് സെല്ലിന്റെ ഉള്ളിൽ ഒരു വയലറ്റ് കളറിലെ DNA അത് പൊതിഞ്ഞൊരു ന്യൂക്ലിയർ മെംബ്രെയിൻ നിങ്ങൾക്ക് കാണാം. എന്നാൽ പ്രോകാരിയോട്ടിക് സെല്ല് ഒരു റൗണ്ട് ആയിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിനുള്ള ന്യൂക്ലിയർ ഒരു DNA ഒരു സർക്കുലർ റിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഒരു ന്യൂക്ലിയസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അടുത്തതായി നാം പഠിക്കുന്ന ക്യാരക്ടറാണ് ബോഡി ഓർഗനൈസേഷൻ അഥവാ ശാരീരിക ഘടന. അതിൽ മോണിറയിലും പ്രോട്ടിസ്റ്റയിലും സെല്ലുലാർ എന്ന് എഴുതിയിരിക്കുന്നു. മിക്കവാറും അത് വളരെ സിമ്പിളായ സെല്ലുലാർ ആയ രൂപത്തിൽ കാണാൻ സാധിക്കും. ഇനി ഫംഗസിലേക്ക് നോക്കിയാൽ അവിടെ കാണാൻ മൾട്ടി സെല്ലുലാർ ഓർ ലൂസ് ടിഷ്യൂ. മൾട്ടി സെല്ലുലാറായ ശരീരഘടനയുള്ള ഫംഗസുകളുണ്ട്. എന്നാൽ ചില ഫംഗസുകൾക്ക് ലൂസ് ടിഷ്യൂ ആണ്. അതിന്റെ ശരീരം ഫ്ലൂയിഡ് പോലെ ഒരു ഫ്ലൂയിഡിറ്റി ഉള്ള ഒരു ശരീരം നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. എന്നാൽ ഒരു ഫംഗസിന് മാത്രം യൂണിസെല്ലുലാർ ശരീരമുണ്ട്. അതിന്റെ പേരാണ് ഈസ്റ്റ്. ഇനി പ്ലാന്റ്സിലേക്ക് നോക്കിയാൽ അവിടെ നമുക്ക് ടിഷ്യൂസും ഓർഗൻസും എല്ലാം കാണാനായി സാധിക്കും. എന്നാൽ ആനിമൽസിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ഓർഗനൈസേഷൻ കാണുന്നത്. അവിടെ ടിഷ്യൂസ് ഉണ്ട്, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ട്. ഓർഗൻസ് പലതും പരസ്പരം ബന്ധപ്പെട്ട് ഓർഗൻ സിസ്റ്റംസ് ആയിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായി നാം കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടറാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അവിടെ നിങ്ങൾ മോണിറയുടെ കോളത്തിൽ കാണാൻ സാധിക്കും ഓട്ടോട്രോഫിക് ബ്രാക്കറ്റിൽ കീമോസിന്തറ്റിക് ആൻഡ് ഫോട്ടോസിന്തറ്റിക്, അതുപോലെ ഹെറ്ററോട്രോഫിക് ബ്രാക്കറ്റിൽ സാപ്രോഫൈറ്റ് ആൻഡ് പാരസൈറ്റ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം മോണിറയ്ക്ക് എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷൻ അഥവാ ആഹാര സമ്പാദനം ഉണ്ടെന്നാണ്. ഇവിടെ രണ്ട് ഇമേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്രീൻ കളറിലെ കുറെ ബാക്ടീരിയകളെ കാണാൻ സാധിക്കും. ഇതാണ് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഇവ സാധാരണ പ്ലാന്റ്സിനെ പോലെ ഫോട്ടോസിന്തസിസ് നടത്തുന്നു. ലൈറ്റ് ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് നടത്തി അവർ ഭക്ഷണം സമ്പാദിക്കുന്നു. റൈറ്റ് സൈഡിൽ കാണുന്ന ബാക്ടീരിയ ആണ് കീമോസിന്തറ്റിക് ബാക്ടീരിയ. അത് നൈട്രിഫൈങ് ബാക്ടീരിയ ആണ്. ആ നൈട്രിഫൈങ് ബാക്ടീരിയ ഏതെങ്കിലും കെമിക്കൽ പ്രോസസ്സിൽ, നൈട്രിഫൈങ് ബാക്ടീരിയ മാത്രമല്ല മറ്റനേകം ബാക്ടീരിയകൾ ഏതെങ്കിലും കെമിക്കൽ പ്രോസസ്സുകൾ പങ്കെടുത്തുകൊണ്ട് എനർജി നേടിയെടുക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. ഈ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയകളും കീമോസിന്തറ്റിക് ബാക്ടീരിയകളും സ്വന്തമായി ഭക്ഷണം സമ്പാദിക്കുന്നത് കൊണ്ട് രണ്ടുപേരെയും നമുക്ക് ഓട്ടോട്രോഫിക് എന്ന വിഭാഗത്തിൽ പെടുത്താനായിട്ട് സാധിക്കും. ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ സാപ്രോഫൈറ്റിസമോ പാരസൈറ്റിസമോ ആകാം. സാപ്രോഫൈറ്റിക് ബാക്ടീരിയകളുടെ ഉദാഹരണമാണ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടാക്കുന്നതും ഫുഡ് പോയിസൺ ഉണ്ടാക്കുന്നതുമായ ബാക്ടീരിയകൾ. നിങ്ങൾക്കറിയാം ഷവർമ ഒക്കെ കഴിച്ച ആളുകൾ മരിച്ചുപോയ ന്യൂസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ബാക്ടീരിയകളുടെ ഒരു സ്വഭാവം വെച്ച് അത് ഭക്ഷണ പദാർത്ഥങ്ങൾ നശിപ്പിക്കുന്നതിനൊപ്പം അതിൽ ചില വിഷവസ്തുക്കൾ കൂടെ ആഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് കഴിക്കുമ്പോൾ ആളുകൾക്ക് മരണം സംഭവിക്കുന്നത്. സാപ്രോഫൈറ്റുകളുടെ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നു. എന്തെങ്കിലും വസ്തുക്കളൊക്കെ ചീയിച്ച് അതിനെ ഡീഗ്രേഡ് ചെയ്ത് ലഘുഘടനയുള്ളതാക്കുകയും അത് പ്ലാന്റ്സിൽ ഇട്ടുകൊടുത്താൽ പ്ലാന്റ്സ് നന്നായിട്ട് വളരുകയും ചെയ്യുന്നു. ഇക്കൂട്ടരാണ് സാപ്രോഫൈറ്റിക് ബാക്ടീരിയകൾ. എന്നാൽ പാരസൈറ്റിക് ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളാണ്. ഇതും അവിടെ ആഹാരം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഏത് ചെടിയിൽ വളരുന്നു അത് രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഈ ബാക്ടീരിയകൾ മനുഷ്യരിൽ ആണ് വരുന്നതെങ്കിൽ മനുഷ്യനും പല അസുഖങ്ങൾ വരുന്നു. നിങ്ങൾക്കറിയാം വിവിധ അസുഖങ്ങൾ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന വിവിധ മനുഷ്യനുള്ള അസുഖങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. പ്രോട്ടിസ്റ്റയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇവിടെ യുഗ്ലിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓട്ടോട്രോഫിക് ദാറ്റ് ഈസ് ഫോട്ടോസിന്തറ്റിക് ആൻഡ് ഹെറ്ററോട്രോഫിക്, അതായത് പകൽ സമയത്ത് ക്ലോറോപ്ലാസ്റ്റ് ഉപയോഗിച്ച് അത് ഫോട്ടോസിന്തസിസ് നടത്തുകയും രാത്രി സമയത്ത് അത് ഹെറ്ററോട്രോഫിക് രീതിയിൽ അതായത് മറ്റു ജീവികളെ ആഹാരമാക്കുകയും ചെയ്യുന്നു. കിങ്ഡം ഫംഗയുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കിയാൽ അവിടെ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ആണെന്ന് കാണാം. സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും ഉണ്ട്. നിങ്ങൾക്കറിയാം സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഡെഡ് ആയിട്ടുള്ള വസ്തുക്കളിൽ ജീവിച്ച് ഭക്ഷണം സമ്പാദിക്കുന്നതാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. അവിടെ വുഡ് ജീവിക്കുന്ന ഫംഗസിനെ കാണാം. അത് സാപ്രോഫൈറ്റിക് ആയിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റ് ഷുഗർ സൊല്യൂഷനിൽ ഡീഗ്രേഡ് ചെയ്ത് അതിനെ നശിപ്പിച്ചുകൊണ്ടാണ് അതിൽ ഈസ്റ്റ് പ്രവർത്തിക്കുന്നതും നമുക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തരുന്നതും. അതുപോലെ തന്നെ ബ്രെഡ് കേടാക്കുന്ന ഫംഗസുകളെ നിങ്ങൾക്ക് വളരെയധികം സുപരിചിതമായിരിക്കും. അതും ബ്രെഡിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷനാണ്. പല ജീവികളിലും ഈ ഫംഗസുകൾ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ്സിലായാലും പെറ്റ്സിലായാലും ഇനി മനുഷ്യനിലാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കാണാം. മനുഷ്യനിലാണെങ്കിലും ചൊറി ചിരങ്ങ് പോലെയുള്ള പല അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. അത്ലറ്റ് ഫുഡ് പോലെയുള്ള ചില
അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇതെല്ലാം ഫംഗസിന്റെ പാരസൈറ്റിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കൊണ്ട് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ. പ്ലാന്റ്സിന്റെ ന്യൂട്രീഷൻ എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്ലാന്റ്സ് എല്ലാം ഓട്ടോട്രോഫിക് ആയിട്ട് ന്യൂട്രീഷൻ നടത്തുന്നവരാണ്. അവർ സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറൊക്കെ ഉപയോഗിച്ച് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. അവസാനമായി കിങ്ഡം അനിമാലിയുടെ ന്യൂട്രീഷൻ നോക്കുക. ഹെട്രോട്രോഫിക്, അതായത് ഹോളോസോയിക്, സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ഹോളോസോയിക് ന്യൂട്രീഷൻ? മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ അനിമൽസും ഭക്ഷണം വായിലൂടെ അകത്തേക്ക് ഇടുകയും ശരീരത്തിനുള്ളിലുള്ള ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ സഹായത്തോടുകൂടി ഡൈജസ്റ്റ് ചെയ്ത് അതിനകത്തുള്ള ന്യൂട്രിയൻസിനെ ഇൻറ്റസ്റ്റൈനിലൂടെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത, ഈ ചാപ്റ്ററിൽ വിവിധ കിങ്ഡങ്ങൾ തമ്മിൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. ആ ചാർട്ട് നോക്കി കമ്പയർ ചെയ്ത് വേണം എല്ലാം പഠിക്കാൻ. ഓരോ കിങ്ഡങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇന്ന് പഠിച്ചതെല്ലാം ശരിയായി റിവൈസ് ചെയ്യുക, എക്സാമിനേഷന് തയ്യാറാകുക. താങ്ക് യു.